അഭിമാന പുരസ്സരം അംഗത്വത്തിലേക്കിരിക്കുന്ന ആദർശത്തിലെയായ സാരഥി ഡോക്ടർ ജയപ്രമീളാദേവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതായി പ്രചരണ വാഹനത്തോട്ട് പിന്നാലെ കൈയിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ മുൻ മന്ത്രി കമ്മീഷൻ അംഗമായ ഡോക്ടർ പ്രമീളാദേവിക്ക് താമരയാളത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ താമര, ദേശീയതയുടെ പ്രതീകമായ താമര, ദേശീയ പുഷ്പമായ താമര, ബിജെപിയുടെ ചിഹ്നമായ താമരയാളത്തിൽ വോട്ടുകൾ അഭ്യർത്ഥിക്കണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ പയ്യയുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരിയായ സാരഥി പ്രമീളാദേവിയെ വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പരിവർത്തനത്തിന്റെ ഭാവിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതാംബയുടെ പ്രിയപുത്രന്മാരായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാര്യങ്ങൾക്ക് സത്യപകരുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം അംഗത്വത്തിലേക്കിരിക്കുന്ന ആദർശത്തിലെയായ അഴിമതിയുടെ കടമുകളാത്ത കരങ്ങളുമായി ജനഹൃദയങ്ങളിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഡോക്ടർ ജയപ്രമീളാദേവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ കൈയുടെ മണ്ണിൽ ഭാരതാംബയ്ക്ക് കൈവിളിച്ചുകൊണ്ട്, നരേന്ദ്രമോദിക്ക് കൈവിളിച്ചുകൊണ്ട്, ജയപ്രമീളാദേവിക്ക് കൈവിളിച്ചുകൊണ്ട് ഇതാ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുടെ സ്നേഹോഷ്മളമായ സ്വീകരണമേറ്റലായിക്കൊണ്ട് ഈ രാജ്യനീതിയെ ഉലകച്ചാത്തണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ പ്രമീളാദേവിയോടൊപ്പം മാറ്റത്തിന്റെ പാണ്ഡ്യം വിളിച്ചുകൊണ്ട്, പരിവർത്തനത്തിന്റെ കാകളമൊരുക്കൊണ്ട് പാലായുടെ സഭയൊരു കൊടുങ്കാറ്റ് പോലെ കേരള നിയമസഭയുടെ 4 ചുവരുകൾക്കുള്ള നടിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം അംഗത്വത്തിലേക്കുള്ള ആദർശീലയായ സാരഥി ഡോക്ടർ ജയപ്രമീളാദേവിയോടൊപ്പം ഭാരതാംബയ്ക്ക് വിളിച്ചുകൊണ്ട്, നരേന്ദ്രമോദിക്ക് വിളിച്ചുകൊണ്ട്, അമിത്ഷായ്ക്ക് വിളിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ ഈ തൈയുടെ മണ്ണിൽ നമ്മളെ അഭിസംബോധന ചെയ്യുവാനായി ഈ പ്രചരണ വാഹനത്തോട്ട് പിന്നാലെ കടന്നു വരികയാണ്. അനന്തപുരിയുടെ അകത്തളങ്ങൾ മുതൽ കാസർഗോഡൻ ഗ്രാമാന്തരങ്ങൾ വരെ പറ്റിവരണ്ട് നിലവിളിക്കുന്നു. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി തോളോടുതോൾ നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ബാലത്തിലൂടെ മറുപടി നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം അംഗത്വത്തിലേക്കിരിക്കുന്ന ആദർശത്തിലെ സാരഥി ഡോക്ടർ ജയപ്രമീളാദേവി ശബരിമല പൂങ്കാവനത്തെ കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ തുറന്നുകിടച്ച ഇടതുപക്ഷ ഗവൺമെന്റിന് ബാലത്തിലൂടെ മറുപടി നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം അംഗത്വത്തിലേക്കിരിക്കുന്ന ആദർശത്തിലെയായ അഴിമതിയുടെ കലമുറുകാത്ത കലങ്ങളുമായി ജനഹൃദയങ്ങളിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഡോക്ടർ ജയപ്രമീളാദേവിക്ക് താമരയാളത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ താമര, ദേശീയതയുടെ പ്രതീകമായ താമര,
ദേശീയ പുഷ്പമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ പൈലയുടെ പണി എത്തിച്ചേരുകയാണ്. ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട്, നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട്, അമിത്ഷായ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് റെയിൽവേ വാണിജ്യ മന്ത്രി ശ്രീ പീയൂഷ് മുൻവല്ല വാങ്ങിക്കൊണ്ട് പ്രിയങ്കരിയായ സാരഥി മുൻ വനിതാ കമ്മീഷൻ അംഗമായ ഡോക്ടർ പ്രമീള ദേവിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം കേരള നിയമസഭയിൽ ആഞ്ഞടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് പ്രമീള ദേവിയെ താമര അടയാളത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ഇതാ കടന്നു വരുന്ന വെളിക്കാരുകൾ ആവേശകുലമായ ആയിരക്കണക്കിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുടെ സ്നേഹോഷ്ഫലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് റെയിൽവേ വാണിജ്യ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ മലയാളത്തിന്റെ മണ്ണിൽ മലയാളക്കരയെ തൊട്ടുകൊണ്ട് ആലായെ തൊട്ടുകൊണ്ട് നീലച്ചിരാറിന്റെ കുഞ്ഞോളങ്ങളെ കഴിനോക്കിക്കൊണ്ട് ആലായുടെ രാജവീതികളെ ഒഴിച്ചൊഴിച്ചുകൊണ്ട് ആലായെ കേരളത്തിന്റെ മണ്ണിൽ താമരയണിയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതായി പ്രകടന ഭാഗം തൊട്ടു പിന്നാലെ ഈ ഗ്രാമവീതിയെ ഈ രാജവീതിയെ ഉലകച്ചാട്ടണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അനന്തപുരിയുടെ അകത്തളങ്ങൾ മുതൽ കാസർഗോഡ് രാഷ്ട്രീയത്തിന് വേണ്ടി ഇടത് വലത് മുന്നണികൾക്ക് ബാലറ്റിലൂടെ മറുപടി നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാനം അഴിമതിയുടെ കരങ്ങളുമായി ജനഹൃദയം ദേവിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി മലയാളത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് പാലായുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റ് പോലെ കേരള നിയമസഭയിൽ എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയെ ബന്ധിച്ചുകൊണ്ട് ഈ പ്രചരണ വാഹനത്തിൽ ഒട്ടുമില്ലാതെ ഈ രാജവീതിയെ ഉലകച്ചാത്തണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ പൈകിയുടെ മനസ്സിലൊട്ടറിഞ്ഞുകൊണ്ട് പ്രമീള ദേവിയുടെ ശബ്ദം കൊടുങ്കാറ്റ് പോലെ കേരള നിയമസഭയുടെ 4 ചുമരുകൾക്കുള്ള നടിക്കുവാൻ
ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് കൈകയുടെ മണ്ണിൽ, മലയാളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ പാണ്ഡിത്യം മുടക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാതകമോദിക്കൊണ്ട് ഇതാ നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ജി ഇതാ ഈ പ്രകടന ഭാഗത്തൊട്ട് പിന്നാലെ പ്രമീളാദേവിയോടൊപ്പം തന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാർ നൽകുന്ന സ്നേഹോഷ്മളമായ സ്വീകരണമേറ്റുകൊണ്ട് കൈകയിലെ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ കൊണ്ട് താമരയടയാളത്തിൽ ഐശ്വര്യശ്വരിയുടെ പ്രതീകമായ താമര, ദേശീയതയുടെ പ്രതീകമായ താമര, ദേശീയ പുഷ്പമായ താമര, ബിജെപിയുടെ ചിഹ്നമായ താമര, എൻഡിഎയുടെ ചിഹ്നമായ താമര, പ്രമീളാദേവിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ജി ഇതാ നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ, പൈകയുടെ മണ്ണിൽ താമരയടയാളത്തിൽ അപേക്ഷിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതാംബയുടെ പ്രിയപുത്രന്മാരായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വരങ്ങൾക്ക് സത്യമായി ഭാരതീയ ജനതാ പാർട്ടി അഭിമാനപരസ്പരം അംഗത്വത്തിലേക്ക് ഇരിക്കുന്ന ആദർശനിലയായ സാരഥി ഡോക്ടർ പ്രമീളാദേവിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനാർത്ഥം വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുവാൻ കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ജി മാറ്റത്തിന്റെ പാണ്ഡിത്യം മുടക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാക്കമോടിക്കൊണ്ട് നരേന്ദ്രമോദിജിയുടെ അമിത്ഷായ്ക്ക് ജൈവനിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ജി ഇതാ കൈകയുടെ മണ്ണിൽ മാറ്റത്തിന്റെ പാണ്ഡിത്യം മുടക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാഹളമൊഴിക്കൊണ്ട് താമരയുടെ അടയാളവുമായി ഐശ്വര്യത്തിന്റെ പ്രതീകമായ താമര, ദേശീയതയുടെ പ്രതീകമായ താമര, ദേശീയ പുഷ്പമായ താമര, ബിജെപിയുടെ ചിഹ്നമായ താമര, എൻഡിഎയുടെ ചിഹ്നമായ താമര, പ്രമീളാദേവിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയടയാളത്തിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ജി മാറ്റത്തിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് പരിവർത്തനത്തിന്റെ പിന്നോളങ്ങളെ തള്ളി രാജഭീതികളെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് പരിവർത്തനത്തിന്റെ കാവളമൊരുക്കുക പ്രമീളാദേവിക്കമില്ല ഈ പ്രചരണഭാഗം തൊട്ടു പിന്നാലെ ഈ രാജഭീതിയെ ഉളകച്ചാക്കണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പരിവർത്തനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതാംബയുടെ നരേന്ദ്രമോദിയുടെയും സത്യഭഗവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാനത്തിലേക്കിരിക്കുന്ന പറഞ്ഞുകൊടുത്തുകൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കൈകളിൽ അഴിമതി ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന നമ്മളെ പ്രിയ സാരഥി
പ്രമീളാദേവിക്ക് താമരയുടെ അടയാളത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ പ്രതീകമായ താമര, ദേശീയ പുഷ്പമായ താമര, BJPയുടെ ചിഹ്നമായ താമര, NDAയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയുടെ അടയാളത്തിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി മീനച്ചിലിന്റെ മണ്ണിൽ പാലായുടെ മണ്ണിൽ മാറ്റത്തിന്റെ പാതിജന്യം മുഴക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ താകളമൊഴിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് അമിത്ഷായ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതാ മീനച്ചിലിന്റെ മണ്ണിൽ പാലായുടെ മണ്ണിൽ മാറ്റത്തിന്റെ പാതിജന്യം കടന്നു വരികയാണ്. കടന്നു വരുന്ന വെളിപ്പാടുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തിന്റെ കൊണ്ട് പരിവർത്തനത്തിന്റെ റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി മീനച്ചിലിന്റെ മണ്ണിൽ കടന്നു വരികയാണ്. അനന്തപുരിയുടെ അകത്തളങ്ങ മുതൽ കാസർഗോഡൻ ഗ്രാമാന്തരങ്ങൾ വരെ പറ്റി വരണ്ട് രാഷ്ട്രീയത്തിനു വേണ്ടി തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇടത് വലത് മുന്നണികൾക്ക് കാലത്തിലൂടെ മറുപടി നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം അംഗത്വത്തിലേക്കിയിരിക്കുന്ന പ്രമീളാദേവി മുൻ വനിതാ കമ്മീഷൻ അംഗമായ പ്രമീളാദേവിക്ക് നിങ്ങളുടെ മരവിക്കാത്ത മനസ്സാക്ഷിയുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി മാറ്റത്തിന്റെ പാഞ്ചജന്യം വിളക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കൊണ്ടുള്ള ഈ വാഹനത്തെ വഴിത്താറുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആകർഷകമായ സ്വീകരണങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി കേന്ദ്ര റെയിൽവേ വാണിജ്യ മന്ത്രി ശ്രീ പാഞ്ചജന്യം നൽകിക്കൊണ്ട് പരിവർത്തനത്തിന്റെ ഇതായി പ്രകടനമാണ് വ്യക്തമെന്ന് അനന്ത ഇടത് വലത് മുന്നണികൾക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമായ താമര, ദേശീയതയുടെ പ്രതീകമായ താമര, പുഷ്പമായ താമര, BJPയുടെ ചിഹ്നമായ താമര, NDAയുടെ ചിഹ്നമായ താമര, പ്രമീളാദേവിയുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ
മാറ്റത്തിന്റെ താന്ത്രികമുഴക്കിക്കൊണ്ട് വരികയാണ്. അനന്തപുരിയകത്തളങ്ങളിൽ കാസർഗോഡ് വ്യക്തിപരമ്പ നിലവിളിക്കുമ്പോൾ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി തൊഴിലുകൾ നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ബാലറ്റിലൂടെ നിർവഹിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്സരം അംഗത്വത്തിലിറക്കിയിരിക്കുന്ന ആദർശപ്രിയയായ സാരഥി ഡോക്ടർ പ്രമീളാദേവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി നീലച്ചിയാറിന്റെ പുണ്യം നിറഞ്ഞ പാലായുടെ മണ്ണിൽ മാറ്റത്തിന്റെ കാഞ്ചിതം മുഴക്കിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാഹളമതിക്കൊണ്ടുക ഈ വരുന്ന പ്രചരണമാകപ്പെട്ടു പിന്നാലെ നമ്മുടെ പ്രിയ നഗരിയായ സാരഥി പ്രമീളാദേവിയോടൊപ്പം തുറന്ന വാഹനത്തിൽ കയ്യിലെ തന്റെ പ്രിയപ്പെട്ട ഓട്ടന്മാരെ കാണുവാനായി നേരെ കണ്ടോട്ടുകളെ പ്രവർത്തിക്കുവാനായി പാലായിൽ മാറ്റത്തിന്റെ പഞ്ഞേനം എഴുതിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാഹളമതിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി ഇതായി പ്രകടന വാഹനം തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കടന്നു വരുന്ന മഴത്താരകളും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആവേശകരമായ നൂറുകണക്കിന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജി മാറ്റത്തിന്റെ പാഞ്ചജന്യം നൽകിക്കൊണ്ട് പരിവർത്തനത്തിന്റെ കാഹളമൊരുക്കൊണ്ട് ഇതായി പ്രചരണ ഭാരതത്തിന് പിന്നാലെ നമ്മുടെ പ്രിയ നഗരിയായ സാരഥി ശ്രീ പ്രമീളാദേവിയോടൊപ്പം ഇതാ കടന്നു വരികയാണ്. भारतीय जनता पार्टी के जय बोलो पीयूष गोयल जी के जय बोलो भारत माता के जय बोलो पीयूष गोयल जी के जय बोलो प्रमीला देवी के നമ്മുടെ പരിപാടി ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുകയാണ്. നമ്മുടെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും വാഹനങ്ങൾ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകന്മാരും വാഹനങ്ങൾ സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ശ്രീമാൻ പീയൂഷ് ഗോയൽജിയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ റോഡ് ഷോ അവസാനിച്ചിരിക്കുകയാണ്. മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും വാഹനങ്ങൾ സൈഡിൽ ഒതുക്കി നിർത്തി പരിപാടി നടക്കുന്ന ഈ ടൗണിലേക്ക് കടന്നുകൊള്ളാൻ അഭ്യർത്ഥിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ദേശീയ ജനാധിപത്യ സഖ്യം പാലാ നിയോജക മണ്ഡലത്തിൽ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ഡോക്ടർ ജെ പ്രമീള ദേവിക്ക് വോട്ട് രേഖപ്പെടുത്തണം, താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രിയങ്കരനായ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽജി ഇതാ പൈകയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മീനച്ചിൽ പഞ്ചായത്തിന്റെയും എലിക്കുളം പഞ്ചായത്തിന്റെയും പ്രവർത്തകർ പങ്കെടുക്കുന്ന ഈ റോഡ് ഷോയിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ വിശദീകരിക്കുവാനും ഡോക്ടർ ജെ പ്രമീള ദേവിയുടെ വിജയത്തിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുവാനും അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. Honorable Minister Ji, on behalf of the District Committee of BJP Kottayam and on behalf of all who have gathered here, I extend you a hearty, warm welcome. You are now passing through Kottayam District and Pala Assembly constituency. In Pala Assembly constituency, we won one panchayat. Our panchayat president, Mr. Ranjit, is our mandal president, BJP's mandal president. In Kottayam district, now we have got 118 members. Compared to the earlier years, BJP had won many seats this time. Therefore, on behalf of the Panchayat Committee of Elikulam as well as Meenachil, I also extend you a hearty welcome. Piyush Goyalji, Sabari Railway. In the year 1991, the government of Kerala planned to make Sabari Railway. It passes through the pilgrim centers like Angamali, Kaladi, Todupuzha, Moovachupuzha, Pala, Paranyanam, Eerathupetta, Kanjirappalli, Erimeli, Ranni, Pathanamthitta, Pathanapuram. It is a railway going through Sabarimala area. But the government of Kerala is doing nothing as far as this railway is concerned. Your Honor knows very well that at the time of the starting of the railway project, the estimated cost was 549 crores. Now it was exalted to 1,850 crores. It is a culpable negligence on the part of the government of Kerala in exalting this cost. Kindly, sir, for Pala constituency as well as Kottayam district, as well as for our candidate J. Premila Devi, as well as for our party, kindly get necessary action to implement the Sabari Railway as early as possible. Therefore, once again, I extend you a warm welcome to Pala and I invite you to deliver your speech. Thank you very much, and what a privilege to be amongst my brothers and sisters of Pala on this auspicious day of Holi. Today is the first time after my marriage in 1991, so nearly 30 years later, where I have not spent Holi with my family, but after meeting all of you, I feel that I have spent Holi with my family of Pala. My sister
Dr. Pramila Devi ji, who is a noted author, noted teacher, noted poet, and who has served the people of Kerala as a member of the Women's Commission, who has made Bharat Mata proud in the United Nations as a peace builder, is the Bharatiya Janata Party candidate from the prestigious Pala constituency. Incidentally, Pramila ji, my eldest sister's name is also Pramila. And while coming over here, I was reading my messages, and the last message is from my sister Pramila. I don't know whether it's a coincidence or whether it's a divine intervention. Today, incidentally, today is also my mother's birthday. She just passed away in June last year. But that's the message my sister has sent me. And when I am meeting Pramila Devi ji, I don't know whether I am seeing in her mother or of my sister. My mother also served as an MLA for 15 years from Mumbai, and a lot of our voters were from Kerala in Matunga. Lot of voters from Kerala lived in her area. She was also not a politician, but a social worker like Pramila Devi ji, whose only concern was to serve the people of our area, was to bring development in our area, was to make sure that the people get justice, that there's peace and happiness in our area. It is now our turn. All of you have this opportunity to bring back the old glory of Kerala, God's own country. But in the last many years, whether it is UDF or LDF, one time Congress comes, one time the leftists come. But all that they are doing is corruption. All that they do is political violence, and the BJP and RSS Karyakartas are murdered in broad daylight. But the police and the state government does not take any action. My brothers and sisters of Pala, when I was coming into your area, I was seeing that this is an area which has huge potential for tourism, for rubber plantations. I'm told there's a very large rubber group, MRF, also over here. But has it really changed the lives of the people of Pala, of Kottayam? Has it increased the income of the people of Kottayam, or are they still required to go abroad to send back money to their families? Is this state, which received 1,70,000 crores worth of central assistance in the last 5 years, have they really brought development in Kerala? Have they used that money to improve the lives of the people of Kerala, or has that money gone into corruption? I remember the earlier government of Congress, the UDF,
had become infamous for the solar scam. People had hopes from the Communist Party and gave them a chance so that they did not want to see a repeat of the solar scam. Little did you all know that you are going from the devil to the deep sea. That was a solar scam. Now you have a gold scam. Both these parties are not interested in the development of Kerala. They are both parties which are only looking after their own selfish interests. They are communal parties which are dividing society on caste lines, on religion lines, and not bringing development, not bringing a better future for the people of Kerala. Our president raised the issue of Sabarimala, the Sabarimala railway. Of course, we have to first save our tradition, our heritage, our rich culture of Sabarimala from both these parties. You saw how the left front, the communists, tried to attack the very tradition of Hindu Dharma and tried to stop the holy prayers and the traditions of Sabarimala. How they filed false cases against 60,000 BJP RSS Karyakartas and tried to use brute force so that they could not allow the prayers and the sanctity of Sabarimala. Our Member of Parliament, Suresh Gopi, came and talked to me. Our Union Minister from Kerala, Mr. Muralidharan, came and discussed with me about the Sabarimala rail project. My brothers and sisters, you will be surprised when I tell you the state of affairs of railways in Kerala. Before Prime Minister Modi's government came in the period 2009 to 14, the Congress was in power in Delhi. Congress was in power also in Kerala, in the UDF. But every year, they would hardly give any funds for development of railways in Kerala. From 9 to 14, average investment in projects in Kerala or passing through Kerala was only 372 crore per year. Only 372 crore. My brothers and sisters, from 2014 to 2020, last 6 years, Honorable Prime Minister Narendra Modi, who wants development of Kerala, who wants infrastructure in Kerala, who wants the roads, the railway, airport, the port, tourism, refineries, all of these to progress, provide jobs to our young boys and girls. We increased the investment in railways to an average of 903 crore rupees, from 372 to 903, almost 2.5 times. But my friends, unfortunately, the Kerala government does not provide land to implement the various projects that we have started in Kerala. Today 9 projects are going on. 9 new lines, doubling,
gauge conversion, different projects are going on in the state of Kerala. They will invest 10,000 crores in all these projects and give a boost to the economy and help our passengers in their travel within Kerala. But all the projects are stuck because we don't get the land to implement the project. After all, railway needs land to lay the track. Even for Sabrimala, when the Honorable Minister, when MPs came to me and discussed with me, I said, please tell Kerala government to give us land so that we can complete all these 9 projects. Give us land so that we can think of setting up a line, extend the line up to Sabrimala. But unfortunately, the state government does not provide land on which we can invest and set up new facilities for the people of Kerala. I think what we need in Kerala is an end to political violence. What we need in Kerala is a development-oriented government. What we need in Kerala is a big boost for tourism, for infrastructure. Do you know Prime Minister Modi has approved 65,000 crores for setting up highways to reach Kerala and within Kerala. 65,000 crores projects which will give a big boost to the economy of Kerala and increase tourism in Kerala. Unfortunately, despite giving them chance, both Congress and the Communists have both failed in the development of a bright future for the people of Kerala. They have betrayed the youth of Kerala. And I think the time has come to prepare for a new Kerala under a BJP government led by the Metro Man, Mr. Sridharan, in which you have competent people like J. Pramila Devi ji to represent Pala and serve the people of Pala. I can promise you, Pramila ji will not change parties every election. I can promise you, she will not get elected first in Lok Sabha, resign from there, go to Raj Sabha, resign from there, become a candidate in Pala. I think this time the people of Pala will defeat the LDF candidate. In Hindi they are called Dal Badlu. They keep changing their parties every few days. And we'll tell him that instead of changing parties, now you stay at home and let Pramila ji serve the people of Pala. We will establish good governance in Kerala. We will establish a state which does not discriminate on caste, on creed, on religion, on language. It will give fair opportunity to people of all faiths, because what is important is the unity and integrity of India. What is important is peace, tranquility and development of Kerala. What is important is an honest government, scam-free government, corruption-free government. Development will be the mantra of the BJP government, which will work for the development of the whole of Kerala, which will work for the development of a brighter future for the youth of Kerala, which will promote more rubber plantations, palm plantations,
plantation, will bring industry to Kerala, will make Valarpadam, the Kochi port, into a world-class, international level port, which will promote tourism, which will reduce pollution, bring better roads, better infrastructure, better railways, and restore the pristine glory, the beauty of this beautiful state, a state which I love, which I like to come again and again, which I think is probably the most beautiful part of the entire world, with the beauty that are beaches, the beauty of the sea, the beautiful forests, the dense forests, and the lovely people of Kerala. The people who are hardworking, the people who are sincere, the people who care for this country. I think it is time that Pala, which is a center of such scenic beauty, which is such a lovely, beautiful area on the banks of the Vinachal River, set in the Ghats, Western Ghats, in the laps of the Western Ghats, will discover its true potential under the leadership of my sister Pramila Devi ji, the leadership of the Bharatiya Janata Party government led by Sridharan ji. You have given a chance to the Congress, given a chance to the left front. You have given them many chances, just like Tripura, throughout the left government. In Tripura, BJP had only 1% vote 8 years ago. Nobody thought anybody can defeat Manik Sarkar of the Communist Party. But the people of Tripura made up their mind. From 1%, the vote share of BJP went up to 51%. Only in 5 years. And we won more than 80% MLA seats and are today running a development-oriented government in Tripura. West Bengal, which has also seen the brutality and political violence, just like Kerala, under Communist Party and Trinamool Congress, is also going to throw Mamata Banerjee's government and give more than 200 seats to Bharatiya Janata Party, and you will see a BJP government in West Bengal. In the same way, I appeal to you, my brothers and sisters, defeat the LDF, defeat the UDF, and bring the good government of Bharatiya Janata Party, so that we can see two engines of development, just like a railway train which has two engines, does double speed. In the same way, central government led by Prime Minister Modi, state government of the BJP led by Metro Man Sridharan ji will work like a double engine and bring faster prosperity, faster growth, and a better future for the people of Kerala. The Railways is proud that our man, Sridharan ji, who has served the railways, who has brought petrol to India, will have an opportunity to serve the people of Kerala. Please give him your blessings. Please give your blessings to Pramila Devi ji and defeat the communal forces of the left and the Congress, because the Congress can only do corruption. The communists can only do corruption.
it is time we bring an honest, corruption-free, development-oriented government in Kerala. Ladies and gentlemen, today we have celebrated Holi. Later this week, you will have Easter. It's a period of festivities. I pray for the well-being and wish you and your families good health and safety, because just like on Holi, you burn all the evil, throw out all the evil. Same way, in this election, throw out the evil forces and bring the BJP in government. Thank you. My best wishes. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ വരവേൽപ്പിന് നന്ദി രേഖപ്പെടുത്തുവാൻ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ജയപ്രമിള ദേവി, അവതരണമോ ആമുഖമോ ആവശ്യമില്ലാത്ത നമ്മുടെ സ്ഥാനാർത്ഥി, വനിതാ കമ്മീഷന്റെ മുൻ മെമ്പർ, സാഹിത്യ അക്കാദമിയുടെ മെമ്പർ, നിരവധി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുത്ത മാതൃകാ ടീച്ചർ, ആ ടീച്ചറെയാണ് അഭിമാന പുരസ്സരം ദേശീയ ജനാധിപത്യ സഖ്യം താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് പാലായിക്ക് സമർപ്പിക്കുന്നു. ഇവിടെ പ്രസംഗിക്കുവാൻ വേണ്ടി നിരവധി നേതാക്കളുണ്ട്. ബിജെപിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് PJ തോമസ് സാറ്, ബഹുമാനപ്പെട്ട വിജയകുമാർ സാറ്, ബഹുമാനപ്പെട്ട കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ജയസൂര്യൻ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, മുൻ മണ്ഡല പ്രസിഡന്റ് സോമൻ ചേട്ടൻ, അങ്ങനെയുള്ള നിരവധിയായ ആൾക്കാരുണ്ട്. അവരാരും സംസാരിക്കുന്നില്ല. ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ വരവേൽപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ജയപ്രമീള ദേവി സംസാരിക്കുന്നു. Honorable Minister for Railways and Commerce, and my most respected brother Piyush Goyalji, dear friends, it's a very auspicious occasion when the minister has spoken and after his speech it starts drizzling. We consider it as a very auspicious event. And as we know well, it's in muddy waters that lotus blooms. And the most corrupt, the most opportunity politics of Pala is in fact a muddy waters where the lotus, the emblem of our party, Bharatiya Janata Party, will bloom this year. And as the most honorable minister has told us, there is a visible change in the whole of India. The pro-development ministry of our dear Prime Minister Sri Narendra Modi ji has shown how one can rule, how one government can rule without corruption, without being opportunistic, without stealing the nation and the people of its wealth. It's Modi ji who has showered blessings on the nation. It is he who has taken us from nothingness to greatness. And unfortunately, the people of Kerala, though we belong to the land of godliness, haven't been able to enjoy the fruits of good governance. And I think it's high time that a big change comes. This time, when I am on tour all along the length and width of the constituency, I feel that people of all ages, of all walks of life, are waiting for a change. And that will definitely result in the blossoming of the lotus. And I want to extend my speech any longer because we have long been waiting here, and what we have all been waiting for was the words of our dear minister. Thank you, sir. Thank you, my most respected brother, for your kind words. And we assure you that this time there will be a positive change. There will be an affirmative change in the mindset of the people, and we welcome you again to Kerala, the land of gold. To bless us again when the lotus has bloomed.
Thank you all. Thank you, my dear friends, my brothers and sisters. എലിക്കുളം പഞ്ചായത്തിന്റെ പര്യടനം തുടരുകയാണ്. എലിക്കുളം പഞ്ചായത്തിൽ നിന്ന് ധരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും എലിക്കുളം പഞ്ചായത്തിൽ നിന്ന് ധരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും പ്രവർത്തകരും മല്ലികശ്ശേരിയിലേക്ക് എത്തിച്ചേരലാണ്. എലിക്കുളം പഞ്ചായത്തിന്റെ പര്യടനം ആരംഭിക്കുകയാണ്. എലിക്കുളം പഞ്ചായത്തിൽ നിന്ന് ധരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും എല്ലാ പ്രവർത്തകരും മല്ലികശ്ശേരിയിലേക്ക് എത്തിച്ചേർന്നതാണ്. ആദ്യത്തെ സ്വീകരണ സ്ഥലം മല്ലികശ്ശേരിയാണ്. മല്ലികശ്ശേരിയിൽ നിന്ന് എലിക്കുളം പഞ്ചായത്തിന്റെ പര്യടനം പുനരാരംഭിക്കുകയാണ്. Tobio.